എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. അഖിൽമാരാരുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഈ സാധനം കേട്ടപ്പോഴും കണ്ടപ്പോഴും എനിക്ക് ചിരി വന്നു. വായിക്കെടുക്കുന്ന എല്ലില്ലാത്ത നാവാന്ന് വിചാരിച്ച് എന്തെങ്കിലും കയറി വളച്ചൊടിച്ച് തിരിച്ചു മറിച്ച് വിളമ്പരുത് കേട്ടോ. അത് പറയാതിരിക്കുന്ന ഓർത്തില്ല. ചന്ദ്ര, നിനക്ക് പറയാനുള്ളത് പറ. അഖിൽമാരാരുടെ അക്കൗണ്ട് പൂട്ടി 6 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഫേസ്ബുക്ക് അക്കൗണ്ടാണ് നീക്കം ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ കൃതാർത്ഥനായി രാമേന്ദ്ര. ആരാരുടെ ഒരു പോസ്റ്റ് ഇതൊക്കെ നമുക്ക് പിന്നാലെ നോക്കാം. ആദ്യം തൃക്കാക്കരയിലെ മുന്നേറ്റം ഭയന്നാണ് ഫേസ്ബുക്ക് പേജ് ഇന്ത്യയിൽ നിന്ന് നീക്കം ചെയ്യുന്ന അഖിൽമാരാർ. നമ്മൾ എന്ത് ചെയ്യും? അഖിൽമാരാരുടെ ഈ തൃക്കാക്കരയിലെ മുന്നേറ്റം ഭയന്ന് അഖിൽമാരാരെ ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? എനിക്കത് ചിന്തിക്കാൻ കഴിയുന്നില്ല. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അത് എന്ത് തരത്തിലാണ് അങ്ങനെ ഒരു ആരോപണം മാരാർ ഉന്നയിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്കതാ പറയാൻ ചിരി വരുന്നുണ്ടെന്ന്. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. തൃക്കാക്കരയിൽ അഖിൽമാരാറിന്റെ മുന്നേറ്റം കണ്ട് സക്കർബർഗ് വരെ ഭയന്നു പോയെന്ന് സാരം. ഏതൊക്കെ വഴിയില എന്നെ തോപ്പിക്കാൻ പറ്റുക നോക്കി നടക്കല്ലടാ. കമന്റ് എന്നൊക്കെ പറഞ്ഞു. ഇതാ പറഞ്ഞത്, വർമ്മ സാറുണ്ടെങ്കിൽ സമയം പോണതറിയില്ല. നാവെടുത്താ തമാശ. ഒരു പ്രവർത്തകർക്ക് ഒന്നും മറ്റേ അക്കൗണ്ട് കളയാൻ പറ്റില്ല. അത് റിമൂവ് ചെയ്യണമെങ്കിൽ തക്കതായ റൂൾസ് വയലേഷൻ ഉണ്ടാവണം, IT റൂൾസ് വയലേഷൻ ഉണ്ടാവണമെങ്കിൽ മാത്രമേ അക്കൗണ്ട് റിമൂവ് ചെയ്യുകയുള്ളൂ. സുക്കർബർഗ് സഖാവ് എന്ന് ഇനി പറയും. ഈ മണ്ണയ്ക്ക് IT റൂളൊന്നും അറിയില്ല ഇലക്ഷൻ സമയത്ത്. എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? എന്റെ ശബ്ദം പലരെയും ഭയപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ടാകാം കേരള പോലീസ് എന്റെ ഫേസ്ബുക്ക് പേജ് ഇന്ത്യയിൽ നിന്ന് റിമൂവ് ചെയ്യിച്ചിട്ടുണ്ട്. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എന്തായാലും കേരള പോലീസ് ഫേസ്ബുക്ക് പേജ് ഇന്ത്യയിൽ നിന്ന് റിമൂവ് ചെയ്തു. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിനോട് താല്പര്യം ഉണ്ടാവും, ഞാൻ അതിനെയും എതിർക്കുന്നില്ല. അതൊക്കെ നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഞാൻ വിടുന്നു. പക്ഷേ അഖിൽമാരാരോടുള്ള ഭയം കാരണം ഇതൊക്കെ മാറ്റി എന്നൊക്കെ പറയുന്നത് എന്ത് തരത്തിലുള്ള സംഭവമാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ ഇതൊരു പുതിയ തുടക്കത്തിന്റെ കൂടി ഇതാവാം. ഞാൻ ഒരു പുതിയ പേജ് കൂടെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഞാൻ പുകഴ്ത്തി പറയാന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയുക, ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. അപ്പം ആ പുള്ളിക്കാരൻ്റെ ആ ഒരു പുതിയ പേജ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ താല്പര്യമുള്ളവർക്ക് പോവാം, അതിനകത്ത് പോയി ഇത് ചെയ്യാം. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് തോറ്റിട്ട് FBയിൽ കിടന്ന് കൊണയടിച്ച് ഡോളർ ഉണ്ടാക്കാനുള്ള പരിപാടി മൂഞ്ചിയല്ലേ? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പറയുന്നില്ല, ആ കമന്റ് നോക്കി എനിക്ക് വയ്യ. പഠിച്ച അടവുകളൊന്നും ശത്രു സംഹാരത്തിന് വേണ്ടി പ്രയോഗിക്കേണ്ടി വരരുതേ കളരി ദൈവങ്ങളെ എന്നാണ് എന്റെ പ്രാർത്ഥന. പക്ഷേ ലക്ഷണം കണ്ടിട്ട് എന്നെ കൊണ്ട് യവന്മാരിത് ചെയ്യിക്കും എന്നാണ് തോന്നുന്നത്. കാലം ഇത്രയും മതി. വരട്ടെ.